ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. ഇന്ന് ഏപ്രിൽ 27 ഇന്നാണ് നമ്മുടെ ചെഞ്ചൂട്ടിയുടെ പിറന്നാൾ വരുന്നത്. ഇന്നേക്ക് എൻ്റെ മോൾക്ക് 8 വയസ്സായി. എത്ര പെട്ടെന്ന് ആ കാലങ്ങളൊക്കെ പോയെന്നറിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചെറിയൊരു വീഡിയോ ആണ്, നമ്മളായിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു ചെറിയൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെല്ലാം കൂട്ടിയിട്ട് കൊണ്ടുവരണം, ഉമ്മാനെയും പെങ്ങന്മാരെല്ലാം കൂട്ടിക്കൊണ്ടുവരണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അവിടെ പോയിട്ട് വരാം, എന്നിട്ട് ചെഞ്ചൂട്ടിനെയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ പോയിട്ട് വരാം. നേരെ കണ്ടിട്ടില്ലേ? അടിപൊളിയാണല്ലോ, അടിപൊളി ഡ്രസ് അല്ലേ? ആ കൂട്ടു. ഇത് നമ്മളെ അമീനി, ഇത് നമ്മളെ കുഞ്ഞാരി ഇച്ചുവ. ദേഷ്യം പിടിച്ചിന്. ഗൈസ് നോക്കൂ, നമ്മളെ ഫാമിലി മൊത്തം. ഉമ്മ, ഹിബ തിരിയൂ, ഹിബ, അത് മൂത്ത ഇത്താത്താന്റെ മോള്, ഇതെന്റെ മോള്. ഇതാ ചെഞ്ചൂട്ടി മാറ്റി ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇതാ വയറ് കാണുന്ന ഡ്രസ്സുകൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. പിന്നെ ഇതാ ഇവിടെ സൈഡിൽ നിൽക്കുന്നത് അച്ചു, ഇതെന്റെ രണ്ടാമത്തെ അനിയത്തി കേട്ടാ. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇതായി കാണുന്നത് സെലീന. ആർക്കറിയില്ല. ബേക്കറി കാണുന്ന ഇതെന്റെ വൈഫ്, ഇത് ഇവരുടെ ഉമ്മാന്റെ ഏട്ടത്തി, മൂത്തമ്മ. ഇത് നമ്മുടെ ചുഞ്ചരി മോള്, ചുഞ്ചരി മോള്. ഇനി എൻ്റെ ഉപ്പയും പിന്നെ കുഞ്ഞുല വരാണ്ട്, എന്നിട്ട് നമ്മള് കേക്ക് മുറിക്കുന്നതായിരിക്കും. പ്യാപ്പിള കുഞ്ഞുന്ന വിളിക്കല കേട്ടോ, അതായത് അച്ചുവിന്റെ പ്യാപ്പിളിനെ നമ്മള് കുഞ്ഞുന്ന വിളിക്കല്. ഓറും കൂടി വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്കിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഗൈസ്. കേക്കിന് പ്രത്യേകത ഞാൻ കേക്ക് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആ അങ്ങനെയാണല്ലേ, ചെഞ്ചൂട്ടിന്റെ കേക്ക് ബ്ലാക്ക്, ചെഞ്ചൂട്ടിട്ട ഡ്രസ്സും ബ്ലാക്ക്. ഏതായാലും ഓരെല്ലാം വന്നിട്ട് കാണാം ഗൈസ്. അപ്പോ അളിയനും കൂടി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കെല്ലാം വെച്ചിട്ടൊന്ന് സെറ്റായതിനു ശേഷം വരാം കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളെ വൈഫ് ഉണ്ടാക്കിയത് കേക്ക്. എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയണേ? എന്തായാലും ഇത്ര അടിപൊളിയായിട്ട് ആക്കിയിട്ടുണ്ട്. ചെഞ്ചൂട്ടിയുടെ കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചെഞ്ചൂട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. എടുത്തു വിശ്വ നമ്മളെ ഇശ്വക്കുട്ടി മുറിക്കുന്നുണ്ട്. ഇശ്വക്കുട്ടി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഇശ്വന്റെ ഹാപ്പി ബർത്ത്ഡേ ടു കൂടി ഇതെല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുക്കാൻ. ആഹാ വരുന്നില്ല. വായിലിട്ടെടുക്ക ചെഞ്ചുട്ടി. വെല്ലുമാർക്ക് വായിലിട്ടെടുക്ക. ഇത് ഇടുന്നില്ലെങ്കിൽ ഇപ്പൊ വന്നോട്ടെ. ഇവിടെ കൊറേ കട്ടിങ് എല്ലാം നമുക്ക് അതെല്ലാം കഴിഞ്ഞിട്ട് മെല്ലെ വരാട്ടോ. അപ്പൊ ഗൈസ് എല്ലാവരും വർത്താനത്തിന്റെ ഉള്ളതാണ്. നമ്മളിതാ ഫുഡൊക്കെ വളർത്തി ഇവിടെ വെച്ചിട്ടുണ്ട്.
ഇനി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബീഫ് ബിരിയാണി നമ്മൾ ആക്കിയിട്ടുള്ളത്. അടിപൊളി മസാല ഇറക്കിയിട്ട് ബീഫ് ബിരിയാണി. ഞാനിപ്പോൾ എല്ലാവരെയും വന്നിട്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി. ഓക്കെ ഗൈസ്, നോക്കൂ, നമ്മളൊരു ഫാമിലി മൊത്തം ഒരു റൂമിൽ എല്ലാരും ഉണ്ട്. ഇതാ ഇത് ഉമ്മ, ഉപ്പ അടക്കടമിന്, അളിയനാടിരുന്നിന് വാപ്പില്ല. അതാണ് സങ്കടം. എങ്ങനെയുണ്ട് ഭക്ഷണം? ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല തന്നെയല്ലേ? ആ ബീഫ് ബിരിയാണി എങ്ങനെയുണ്ട്? ഫുഡ് സൂപ്പർ ഫുഡ്. കേക്ക് നമ്മളെ വൈഫ് ഉണ്ടാക്കിയാന്നേ. ഭയങ്കര തിരക്കില. കൊറേ കാലത്തിന് ശേഷം എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് ഒരു ഇതിലേക്ക് വരുന്നത്, വീട്ടിലേക്ക്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്, ഭയങ്കരമായിട്ട് ഫുള്ള് എന്താ പറയണ്ടത് അറിയില്ല. നിങ്ങളെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാ. ചെഞ്ചൂട്ടി അങ്ങനെ എന്താണ് ഡ്രസ്സെല്ലാം അയച്ചാ? എല്ലാവരും ഭക്ഷണം കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ കഴിച്ചിട്ട് റൂമിൽ വന്ന് വെറുതെ കടന്ന്. അപ്പോഴേക്ക് ചെഞ്ചൂട്ടിയെല്ലാം മാറ്റി. നീ എല്ലാം ഫസ്റ്റ് നമ്മളെ നിന്നല്ലേ? ഉമ്മ അവിടെ കടന്ന് ജസ്റ്റ് ഒന്ന് മയങ്ങുന്നുണ്ട്. എന്താ വേഗം മാറ്റിക്കളഞ്ഞ എന്താ സംഭവം? ഇത്താത്ത വരുന്നുണ്ട്. ഇത് നമ്മളെ അച്ചൂട്ടി. ഈ അച്ചൂട്ടിന്റെ ബർത്ത്ഡേ നമുക്ക് സർപ്രൈസ് ആയിട്ടുണ്ടായത്. നമ്മള് പെരുന്നാൾക്ക് അല്ലേ, നോമ്പിന് നോമ്പുറക്ക് വരാന്ന് അച്ചൂട്ടിന്റെ പിറന്നാളുണ്ടായി അല്ലേ? അപ്പൊ എല്ലാവരും ചെഞ്ചൂട്ടിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി പോകുന്നല്ലേ ചെഞ്ചൂട്ടി? എന്ത് പറയുമേ? എല്ലാവരോടും ടാറ്റ പറഞ്ഞ? എല്ലാവരോടും ടാറ്റ പറയാ ചെഞ്ചൂട്ടി. എന്താണ് ചെഞ്ചൂട്ടിക്ക് കൊറേ ഗിഫ്റ്റ് കിട്ടിയല്ലേ ചെഞ്ചൂട്ടി? നമുക്ക് ഗിഫ്റ്റ് എല്ലാം കാണിച്ചു കൊടുക്കല്ലേ ഇവർക്ക്. അപ്പൊ ഉപ്പ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. ഉപ്പ നേരത്തെ തന്നെ പോയി. ബാക്കി എല്ലാവരും ഇപ്പൊ ഇറങ്ങാൻ വേണ്ടി പോവാന്ന്. ഇനി എല്ലാരെയും യാത്ര അയച്ചിട്ട് വരട്ടെ ഗൈസ്. അപ്പൊ ടാറ്റ ഇത്താത്ത, ബൈ ബൈ, അസ്സലാമലൈക്കും. അങ്ങനെ ഉമ്മതാ, വലൈക്കും അസ്സലാം. അപ്പൊ യാത്ര, ബൈ 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 ബൈ. ടാറ്റ ടാറ്റ ഇപ്പൊ ടാറ്റ. ശരി പോന്നാ. ആ ശരി. അപ്പൊ എല്ലാരും പോവാണ് ഗൈസ്. അങ്ങനെ ഇവിടെ ഇപ്പൊ എല്ലാം ബഹളങ്ങളൊക്കെ ഒതുങ്ങി. ഇനി മെല്ലെ ഫൈനലി ഗൈസ് എല്ലാരും പോയി. നമ്മളിതാ 9 മണിയായിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ചെഞ്ചുട്ടിക്കെല്ലാം കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചാ. എന്തൊക്കെയാ കിട്ടിയ ചെഞ്ചുട്ടി ഗിഫ്റ്റ്? ഡ്രസ്, പെൻസിൽ, അതെല്ലാം കിട്ടിയത്. ഇതാരാ കൊണ്ട് തന്നെ ഈ ഡ്രസ്? ഈ ഡ്രസ് റുഫീൻ താത്ത മേടിച്ചതാണ്. റുഫീൻ താത്ത അല്ലേ? ഇതാ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്കുകയും ചെയ്യാം. ഇത് അതിന്റെ ഡ്രസ്സാണ്. സവാദ്ക്കാക്കി അതാ എനിക്ക് എടുത്തു തന്നത്. ഇതല്ലേ അടിപൊളി ഡ്രസ്സാന്നല്ലോ. എന്റെ പേരെന്താ സെലി? അതിന്റെ പേര് എനിക്കറിയില്ല. പാന്റ് പിന്നെ ഇന്നൊരു ഇതുണ്ടല്ലേ. ഇതാരെടുത്തത്? ആ ഇത് നമ്മളെ മൂത്ത ഇത്താന്നല്ലേ, അസീൻ താത്ത. പെറ്റാച്ച. ആ അതും അടിപൊളി കോട്ടല്ലേ. ഓക്കെ അടുത്തത് അച്ചു എടുത്തതല്ലേ പാന്റും. ആ ഇത് കോഡ് സെറ്റ് അല്ലേ? ഇതാരാ കൊണ്ട് തന്നെ? ഈ പാന്റ് അല്ലേ? എന്തെല്ലാം ഉള്ള ഈ പാന്റ് കൊണ്ട് തന്നേല്? ഓ പെൻസിലുണ്ട്. അയ്യോ ക്രയോൺ ഉണ്ട്. വലിയ ക്രയോൺ ആണല്ലോ. സ്കെച്ച് തന്നെ. പിന്നെ ഓ സ്കൂളിൽ കൊണ്ടിപ്പോ പെൻസിലായി.
ഷാർപ്പനർ ഉണ്ട്. ആ വേറെ ഒരു ബോക്സും കൂടി ഉണ്ടല്ലോ സിഞ്ചു. ആ ഇതാരാ കൊണ്ട് തന്നെ? ഇത് എന്റെ ഫ്രണ്ട് ജംഷി മേടിച്ചാണ്. ഓ ജംഷ, അയ്യോ. പിന്നെ ഇത് കളർ പെൻസിൽ. ആ ഓ ഇതില് പെൻസിൽ ഉണ്ട്. ഓ അപ്സര പെൻസിൽ. പിന്നെ കുറച്ച് ക്രയോൺസ്. ഇനി ഇതെല്ലാം എന്താ? ഇതെന്താ? ഇത് പെൻസിൽ. പെൻസിൽ തന്നെ അല്ലേ? ഇത് രണ്ട് ഷാർപ്പനർ. അടിപൊളി. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയതല്ലേ? ഓ സന്തോഷായ? എനിക്ക് സന്തോഷായ. അപ്പോ ഇതെല്ലാണ് ഈ ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലെ ചെറിയ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറെ വീഡിയോസ് നമ്മള് ഇതിൽ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കും വീഡിയോയിൽ വരാൻ ഒരു ചമ്മലും മടിയെല്ലാമാണ്. എന്നിരുന്നാലും നമ്മളെ ചെറിയൊരു ഒരു വീഡിയോസ് രീതിയിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.